എല്ലാവർക്കും നമസ്കാരം. മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു മഴ സീസണിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ്. അപ്പോൾ ആ ടിപ്സൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്ന് കൊടുത്താൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെ കണ്ട് നമുക്ക് പല്ലി, പാറ്റ, ഉറുമ്പ ഇവയെ മൂന്നിനെ ഒന്നിച്ചെങ്ങനെ തുരത്താമെന്നുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. നമ്മൾ ഈ ഒരു മഴ സമയത്ത് മാത്രമല്ല, മഴയായാലും വെയിലായാലും ഇതിൻ്റെ മൂന്നിൻ്റെ ശല്യം നമുക്കൊരു തരത്തിലും പോകത്തില്ല. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ പല ടിപ്പുകളും നമ്മൾ ഇതുപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 1-2 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും അതിൻ്റെ ഇരട്ടിയായിട്ട് പല്ലിയാണെങ്കിലും പാറ്റയാണെങ്കിലും ഉറുമ്പാണെങ്കിലും പിന്നെയും വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കിച്ചണിലൊക്കെ ആണെങ്കിലും പല്ലി, പാറ്റ, അതേപോലെ തന്നെ ഉറുമ്പ്, ഈ പല്ലിയാണെങ്കിലും പാറ്റയാണെങ്കിലും നമ്മുടെ ആഹാര സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ വന്ന് നമ്മൾ തുറന്നൊക്കെ വെച്ചിരുന്നാൽ ചില സമയത്ത് നമ്മൾ ഓർക്കാതെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് തുറന്ന് വെച്ചിട്ട് പോവുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ ഇതുപോലെ പല്ലിയോ പാറ്റയൊക്കെ വന്ന് കയറാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുപോലൊക്കെ പല അസുഖങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ടിപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലൊക്കെ തന്നെ നമ്മളിവിടെ ചെയ്യുന്നത് പ്രത്യേകിച്ചും കുറച്ച് വിഷാംശമുള്ള ഈ ഒരു തീപ്പെട്ടിയുടെ കൊള്ളി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു സ്പ്രേ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 1 കപ്പ് വെള്ളമാണ്. അപ്പം ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പില്ലെങ്കിലും കുഴപ്പമില്ല, 1/2 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളത്തിലേക്ക് ഇനി നമ്മൾ എടുക്കുന്നത് തീപ്പെട്ടിക്കൊള്ളിയാണ്. തീപ്പെട്ടി നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ട്. അപ്പോൾ ഈ ഒരു തീപ്പെട്ടിക്കൊള്ളിയിൽ മരുന്ന് കുറച്ച് വിഷാംശം കലർന്നാണ്. അപ്പം അത് കാരണം നമ്മൾ ഫുഡ് ഐറ്റംസിലൊന്നും വീഴാതെ കണ്ട് സൂക്ഷിക്കണം. അതുപോലെ കുട്ടികളിൽ നിന്നുമൊക്കെ കുറച്ച് ദൂരെ മാറ്റി നമ്മൾ വെക്കണം. അപ്പം ഞാനിവിടെ ഈ തീപ്പെട്ടിക്കൊള്ളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു 6 തീപ്പെട്ടിക്കൊള്ളിയാണ് വേണ്ടത്. അപ്പം ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റെമഡിയാണ്. നമ്മൾ പുറത്തു നിന്നൊക്കെ കെമിക്കലൊക്കെ മേടിച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതും വളരെ ദൂഷ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഞാനിവിടെ ഒരു 6 തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്കൊന്ന് ഇട്ട് വെക്കാം. ഒരു 1-2 മണിക്കൂറിനകം നമുക്കിനി ഇതൊന്നെടുക്കാം. അപ്പോഴേക്കും ഈ മരുന്നൊക്കെ ഈ ഒരു വെള്ളത്തിൽ വീണൊന്ന് കുതിർന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ തീപ്പെട്ടിക്കൊള്ളി ഇട്ട് വെച്ചിട്ട് ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. ഇത് നല്ലപോലെ വെള്ളത്തിൽ കിടന്നൊന്ന് കുതിർന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു മരുന്ന് നമുക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് ഇതുപോലൊന്ന് ചെയ്തൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ തീപ്പെട്ടിക്കൊള്ളിയിലെ മരുന്നെല്ലാം ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് അരിയിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അതിന് ശേഷം നമുക്ക് ഈ ഒരു കൊള്ളി അങ്ങ് എടുത്തു മാറ്റാം. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് പല്ലി, പാറ്റ, ഉറുമ്പ് എന്നിവ മാത്രമല്ല ചെറിയ പ്രാണികളെയും ഒക്കെ നശിപ്പിക്കാൻ നമുക്ക് കഴിവുള്ള ഒരു സൊല്യൂഷനാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക. അപ്പം നമ്മൾ ഇനി ഇത് സ്പ്രേ ബോട്ടിലേക്ക് ആക്കുന്നുണ്ട്. സ്പ്രേ ബോട്ടിൽ അല്ലെങ്കിൽ ഇതുപോലൊരു കുപ്പി എടുത്തതിന് ശേഷം നിങ്ങൾ ഒരു കുപ്പിയുടെ അടുപ്പിന് 3-4 ഹോളിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മരുന്ന് ഉൾപ്പെടെ നമ്മൾ ഇതുപോലൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വേണം നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് രാത്രിയിൽ നമ്മൾ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പേ നമ്മൾ കിച്ചണെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഇതൊന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ സ്പ്രേ ചെയ്തിടത്തെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം ചെറിയ വിഷാംശം ഉള്ളത് കാരണം നമ്മൾ കിച്ചണൊക്കെ എവിടെയൊക്കെയാണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം രാവിലെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നെ കുക്കിംഗ് ഒക്കെ തുടങ്ങാവുള്ളൂ. അതുപോലൊക്കെ തന്നെ പുറത്തൊക്കെ ആണെങ്കിലും ഉറുമ്പിൻ്റെ ശല്യം ഈ ഒരു സമയത്ത് ധാരാളം ഉറുമ്പും അതുപോലെ തന്നെ കൊച്ചു പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ എല്ലാം നിങ്ങൾക്ക് ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഉറുമ്പൊക്കെ ഉള്ളിടത്തൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ.
അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് കിച്ചണിലും അതുപോലെ തന്നെ പല്ലി, പാറ്റ, ഉറുമ്പ്, ചെറിയ ചെറിയ പ്രാണികൾ ഇവയൊക്കെ വരുന്നിടത്തൊക്കെ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് അകത്തും പുറത്തും ഉണ്ടാകുന്ന മാറാല ശല്യം, അതുപോലെ തന്നെ അതുപോലെ തന്നെ ചെലന്തി വല, അതൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പല്ലി, പാറ്റ, ഉറുമ്പ് അതിനേക്കാളൊക്കെ വിഷാംശം നിറഞ്ഞ ഒന്നാണ് ഈ ഒരു ചെലന്തി എന്ന് പറയുന്നത്. ചെലന്തി നമ്മൾ ചൊറിച്ചിലും കഴിച്ചിലും അതുപോലെ വിഷാംശം ഉള്ളതിനാൽ നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാവും ചെലന്തി കടിച്ചാൽ. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് യാതൊരുവിധ കെമിക്കലും ചേരാതെ നമുക്ക് എങ്ങനെ അതിനെ ചെലന്തിയെ തുരത്താനും അതുപോലെ തന്നെ ചെലന്തി വല ഇല്ലാതാക്കാനും ഉള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ സാധാരണ കെമിക്കലൊക്കെ ചേർത്താണ് ചെയ്യുന്നത്, എങ്കിൽ പോലും നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടാറില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂമിനകത്തെയും അതുപോലെ റൂമിന് പുറത്തും ഒക്കെയുള്ള മാറാൽ നിങ്ങൾക്ക് ഇതുപോലെ തുടച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചരുവം വെച്ചിട്ടുണ്ട്. ചരുവത്തിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളമോ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം വേണോ അതിൻ്റെ ആവശ്യത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് എടുക്കാവുന്നതാണ്. അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇതിനായിട്ട് ഒന്നും തന്നെ വാങ്ങേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ ഡെയിലി യൂസ് ചെയ്യുന്ന 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് മിക്കവാറും എല്ലാവരുടെയും വീടുകളുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചായപ്പൊടി അഥവാ തേയിലപ്പൊടിയാണ്. നമ്മൾ ചായ സാധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതുപോലൊക്കെ നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം. ഓണാക്കി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ചായ ഇട്ടത് നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തണുക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം ഒന്ന് ആറിയിട്ടുണ്ട്. ആറിയതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുറി നാരങ്ങാ നീരാണ്. അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. അപ്പം ഞാനിവിടെ നാരങ്ങാ നീരൂടെ ഇതിനകത്തൊന്ന് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങാ നീരും തേയില വെള്ളവും അല്ലെങ്കിൽ ചായ വെള്ളം രണ്ടും കൂടെ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വല എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം നമ്മൾ ഇതേപോലൊക്കെ കളയണം. ആദ്യം നമ്മൾ ഇതുപോലൊക്കെ വലയെല്ലാം ഒന്ന് അടിച്ച് കളഞ്ഞതിന് ശേഷം വേണം നമ്മളിവിടെ ഇത് ഞാനിവിടെ വീടിന് പുറത്താണ് ഈ ഒരു വല കളയുന്നത്. ഇങ്ങനെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് വെള്ളം കുറച്ച് നിറച്ചതിന് ശേഷം നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് കേടാകും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒന്ന് മേലോട്ട് എനിക്ക് സ്പ്രേ ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഒരു കോട്ടൺ തുണി എടുക്കുക. കോട്ടൺ തുണി എടുത്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിൽ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മുക്കി ഒന്ന് പിഴിഞ്ഞെടുക്കുക. നമ്മുടെ ചെയറ് അതുപോലൊക്കെ കട്ടിലിൻ്റെ അടിഭാഗത്തൊക്കെ ഇതുപോലൊക്കെ ചെലന്തി വല കെട്ടാറുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ ഇതുപോലൊക്കെ ഈ ഒരു തുണി വെച്ചിട്ട് നമുക്കൊന്ന് തുടച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് വലിയ ഇതില്ല, എങ്കിലും ഞാനൊന്ന് കാണിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ചെയറിൻ്റെ ടീപ്പോയുടെ ഒക്കെ അടിയിൽ ഇതുപോലൊക്കെ അഴുക്കുണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.